ഹായ് ഡിയേഴ്സ്, യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട 17 കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ചാനൽ ചെയ്യുന്നുണ്ടോ, സെറ്റിങ്സിൽ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. ഫസ്റ്റ്, പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്ലേലിസ്റ്റ് പറഞ്ഞത് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് വീഡിയോസ് കാറ്റഗറി അനുസരിച്ച് അത് ലിസ്റ്റ് ആക്കി കൊടുക്കുക. അടുത്തത്, നിങ്ങൾ നല്ലൊരു ചാനൽ ആർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ചാനൽ ആർട്ട് അറിയാത്തവർക്കും വേണ്ടിയിട്ട് ഈ മുകളിൽ കിടക്കുന്നത് ഷീക്രിയേറ്റേഴ്സ് എഴുതിയ ഈ ഒരു നീളക്കിനുള്ള സംഭവമാണ് ചാനൽ ആർട്ട്. അപ്പം ചെയ്യാത്തവർ നിർബന്ധമായി ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യന്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന നല്ലൊരു ചാനൽ പ്രൊഫൈൽ പിക്ചർ ഉണ്ടോ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ചാനൽ പ്രൊഫൈൽ പിക്ചർ. നമ്മുടെ ഷീക്രിയേറ്റേഴ്സിൻ്റെ ലോഗോ വെച്ചിട്ടാണ് ചാനൽ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, നിങ്ങൾ SEO ചെയ്യാറുണ്ടോ വീഡിയോകൾക്ക് എന്നുള്ളതാണ്. വീഡിയോ നല്ലതിൽ മൂവിങ് ആവണമെന്നുണ്ടെങ്കിൽ SEO ചെയ്യണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൽ ടൈറ്റിൽ, അതുപോലെ തമ്പനെയിൽ ചെയ്യുമ്പം, അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ, പിന്നെ ടാഗ്, ഇത് കംപ്ലീറ്റ് നമ്മൾ സെർച്ചിൽ വരാവുന്ന വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ SEOയുടെ കൂടുതൽ വീഡിയോ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് വീഡിയോ ആയിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ അപ്ലോഡ് ഡീഫോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മളൊരു വിധം സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലതും അതന്നെ ചെയ്യണമെന്നില്ല. അത് ഓട്ടോമാറ്റിക് ക്രോം വഴി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കിടക്കും. അപ്പോൾ ഈ ഒരു ഡീഫോൾട്ടായി സെറ്റ് ചെയ്യുമ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് കീവേഡും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കുറച്ച് കൊടുക്കേണ്ടി വരുള്ളൂ. എല്ലാം ഇതുപോലെ എല്ലാ വീഡിയോസിനും കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനു വേണ്ടി ക്രോമിൽ നമ്മുടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ തുറന്നിട്ട് ഈ ചാനലിൻ്റെ സെറ്റിങ്സിൻ്റെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഡീഫോൾട്ട് എന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡീഫോൾട്ട് ആക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത്. അടുത്തത്, ചാനൽ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതും നമ്മുടെ ക്രോമിൽ പോയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ നേരെ ഒരു പിന്നെ കസ്റ്റമൈസേഷൻ്റെ ഒരു ചിഹ്നം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇനി കസ്റ്റമൈസേഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ, ചില ആളുകൾ ചാനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണുമല്ലോ, വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പ്ലേലിസ്റ്റ് മുകളിൽ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് ചാനലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഹോം പേജിൽ വരുന്ന സംഭവങ്ങളാണ് നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അടുത്തത്, നമ്മുടെ ചാനൽ കീവേഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ചാനൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം സ്പെല്ലിങ്ങിൽ സെർച്ച് ചെയ്യാൻ പറ്റും, അതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോമിൽ തന്നെ സെറ്റിങ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ തന്നെ ചാനൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് ഇൻഫോയിലാണ് കീവേഡ്സ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ചാനൽ ഓഡിയൻസ് പ്രിഫറൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കിഡ്സ് കാറ്റഗറിയിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ അത് നേരത്തെ നമുക്ക് സെറ്റ് ചെയ്യാം. ചാനലിൻ്റെ സെറ്റിങ്സിൽ തന്നെ ക്രോമിൽ പോയിട്ടാണ് തുറക്കേണ്ടത്. ചാനലിൽ കയറിയിട്ട് അതിൽ നേരെ ഓഡിയൻസ് സെറ്റിങ്സ് എന്നുള്ളത് നോ സെറ്റ് ചാനൽ ദ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് പിന്നെ കൊടുത്താൽ മതി. അടുത്തായിട്ടുള്ളത്, ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ക്രോമിൽ തുറക്കുക. എന്നിട്ട് കസ്റ്റമൈസേഷൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലേഔട്ട് എന്നുള്ളതിൻ്റെ അടുത്ത സെക്ഷൻ ബ്രാൻഡിങ് എന്നുള്ളത്. അതിൽ കാര്യമായിട്ട് പിക്ചർ, ബാനർ ഇമേജ്, വീഡിയോ, വാട്ടർമാർക്ക്. അപ്പോൾ ഇത് മൂന്നാണ് സെറ്റ് ചെയ്യാനുള്ളത്. വാട്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോർണറിൽ നമ്മളെ വീഡിയോ, പിന്നെ നമ്മുടെ വീഡിയോയുടെ ആ ഒരു ചാനലിൻ്റെ ഐക്കണ് ഒരു സൈഡിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എല്ലാ വീഡിയോയിലും അത് വരും, ഓട്ടോമാറ്റിക് വരുന്നതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടാറുണ്ടോ എന്നുള്ളതാണ്. എപ്പോഴും നല്ലത് കമ്മ്യൂണിറ്റി, നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ലിങ്ക് ആയിട്ടും അതുപോലെ തന്നെ ഡയറക്റ്റ് ഷെയറിംഗ് ആയിട്ടും കമ്മ്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ പോൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്നും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിലും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത്, കമൻറ്റുകൾ പിന്നെ റിയാക്ട് ചെയ്യാറുണ്ടോ, അതുപോലെ മറുപടി കൊടുക്കാറുണ്ടോ എന്നുള്ളതാണ്. റിയാക്ട് ചെയ്യാറുണ്ടെങ്കിൽ ഈ ഹാർട്ട് ചിഹ്നം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കമൻറ്റിൽ മറുപടി കൊടുക്കുക. പിന്നെ പലപ്പോഴും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ ടൈമില്ലാത്തവരാണ്. എന്നിരുന്നാലും ചാനൽ നല്ല ആക്റ്റീവായി നിൽക്കണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനും കമൻറ്റ് കൊടുക്കണം. പിന്നെ നല്ല രീതിയിൽ മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. അടുത്തത്, നമ്മുടെ സബ് ടൈറ്റിൽ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിൽ സാധാരണ ഒരു അതർ ലാംഗ്വേജുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സബ് ടൈറ്റിൽ കൊടുക്കാം. അല്ലെങ്കിൽ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷിൽ ആഡ് ചെയ്യാം. എളുപ്പം സബ് ടൈറ്റിൽ കൊടുക്കുന്നതാണ്. കുറച്ച് ഇംഗ്ലീഷിലാണ് വേറെ ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. അടുത്തത്, യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി അനലിറ്റിക്സ് നോക്കാറുണ്ടോ എന്നുള്ളതാണ്. പലർക്കും അതിലുള്ള പല പോർഷൻസും അറിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ചാനലിനെ പറ്റി നല്ലപോലെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് അനലിറ്റിക്സ് നോക്കിയിട്ട് വീഡിയോ ഓരോന്നും ചാനലിൻ്റെ ആയിട്ടും വീഡിയോൻ്റെ ആയിട്ടും ഒക്കെ സെപ്പറേറ്റ് നോക്കുക എന്നുള്ളത്. അടുത്തത്, വീഡിയോ റിട്ടൻഷൻ നോക്കിയിട്ട് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താറുണ്ടോ എന്നുള്ളതാണ്. അതും ചാനൽ നോക്കുന്ന പോലെ തന്നെ നമ്മൾ ഓരോ വീഡിയോയുടെ താഴെയും അനലിറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് ആ വീഡിയോ എത്ര ആൾക്കാർ ഇംപ്രഷൻ കൊടുത്തു, അതിൽ എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ എത്ര ടൈം ആ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ചാനലിലുള്ള വീഡിയോനെ വിലയിരുത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അടുത്തത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും.
അടുത്തതായിട്ട് പറയുന്നത് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ചാനൽ പ്രൊമോട്ട് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. അപ്പം നമ്മളെ ചാനൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ചോദ്യമായിരിക്കും പലർക്കും. അതിൽ ഒന്നാമത്തെ എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ ഫസ്റ്റിൽ ചെറിയൊരു 30 സെക്കൻഡ് നമുക്ക് നമ്മുടെ ചാനലിനെ പറ്റി ഏത് കാറ്റഗറിയാണ്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ എന്താണ്, ഈ ചാനൽ എന്താണെന്ന് പറയാം. അതുപോലെ ചാനൽ പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻസ് ലെവലാണ്. ഒന്നെങ്കിൽ ഗൂഗിൾ ആഡ്സ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽ വഴി നമുക്ക് പ്രൊമോഷൻ കൊടുക്കാം. അതുപോലെ തന്നെ വെറൈറ്റി കണ്ടന്റിന് കിട്ടുന്ന ഒരു ഫ്രീ പ്രൊമോഷനാണ് നമ്മളെ അശ്വിൻ ഭാസ്കർ അല്ലുപ്പൻ എന്നൊരു ചാനലിന് കൊടുത്തുന്ന ഒരു പ്രൊമോഷൻ കണ്ടിരുന്നു. കാരണം അത് ഇഷ്ടപ്പെട്ട് കൊടുത്തതാണ്. പക്ഷെ അതുപോലെ തന്നെ ആ അല്ലുപ്പൻ എന്ന ചാനൽ ഒറ്റയടിക്കാൻ കയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതികളിൽ കിട്ടും. അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് ട്രോളിയാലും മതി. അപ്പോൾ അതൊക്കെ ഓരോരോ ആളെ കഴിവിനും അവരെ കണ്ടന്റിനും അനുസരിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ റെഗുലറായിട്ട് വീഡിയോസ് ഇടാറുണ്ടോ എന്നുള്ളത്. കൺസിസ്റ്റൻ്റ് എന്നൊരു വാക്കിന് യൂട്യൂബിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൈമും ദിവസവും എല്ലാം കറക്റ്റ് ആവാൻ ശ്രമിക്കുക. അടുത്തത് ആരും പൊതുവെ ചെയ്യാത്തതാണ് സെൽഫ് മോട്ടിവേറ്റ് ആയിട്ട് ഇനിയും ഇതിലും മികച്ച വീഡിയോ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിക്കൽ. അതിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞത് നമ്മളെ കഴിവിലുള്ള വിശ്വാസമാണ്. പിന്നെ നമ്മൾ അനലിറ്റിക്സ് നോക്കിയിട്ട് ആ ഒരു ഗ്രാഫിനെക്കാട്ടിലും ഒന്നും കൂടി ഈ ഒരു മാസം ഉയർത്തും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വീഡിയോ ചെയ്യുക. കാരണം അനലിറ്റിക്സ് നോക്കിയിട്ട് കിട്ടുന്ന ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്രണ്ണം നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, പുതിയതായിട്ട് വല്ല കാര്യങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല ടോപ്പിക്കായിട്ട് വരാം. അതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക്